Hello everyone, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സിലത്തെ 16th എപ്പിസോഡാണ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി 15 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് നമ്മൾ 15 വീഡിയോസ് ചെയ്തു. അപ്പോൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണവർക്ക് മനസ്സിലാവും നമ്മുടെ ഇംഗ്ലീഷിൽ എത്ര പ്രോഗ്രസ് നമുക്ക് വരുന്നുണ്ട് ഓരോ വീഡിയോസും കാണുമ്പോൾ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. നമ്മളിപ്പോൾ കുറേ സെൻറ്റൻസുകളൊക്കെ ഫോം ചെയ്യാൻ പഠിച്ചു അല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എന്താ പഠിച്ചത്? നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്രവൃത്തി, അതായത് മുൻപ് ചെയ്യുന്നുണ്ടായിരുന്ന ഒരു പ്രവൃത്തിയൊക്കെ നമ്മൾ എങ്ങനെ പറയാം എന്നൊക്കെയായിരുന്നു നമ്മൾ മുൻപത്തെ വീഡിയോസിലൊക്കെ ചെയ്തത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ഭാവിയിൽ ചെയ്യാൻ പോകുന്ന, അതായത് ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്ന ഒരു പ്രവൃത്തി നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ സെൻറ്റൻസിൽ പറയാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി എനിക്ക് പറയണം അവൾ കളിക്കും എന്ന് പറയണം. അപ്പോൾ അവൾ കളിക്കും, പഠിക്കും, ചെയ്യും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു ഓക്സിലറി വേർബിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഓക്സിലറി വേർബ് ഏതാണ്? വില്ലാണ്. വിൽ ഓർ ഷാൽ. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വില്ലിനെ കുറിച്ചാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു സെൻറ്റൻസ് കേൾക്കുമ്പോൾ അതിൽ സബ്ജക്റ്റ് ആരാന്ന് നോക്കാം. ഇപ്പോൾ സബ്ജക്റ്റ് എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അതായത് പ്രവൃത്തി ചെയ്യുന്നത് ആരാണോ അവരാണ് സബ്ജക്റ്റ് എന്ന് പറയാം. അപ്പോൾ അവൾ കളിക്കും എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ്? അവളാണ്. അപ്പോൾ ഷീ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ പറഞ്ഞ ഓക്സിലറി വേർബാണ്. അപ്പോൾ ഏതാണ്? ഷീ, വിൽ. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്ത പ്രവൃത്തി കളിക്കും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? പ്ലേ ആണ്. അപ്പോൾ ഷീ വിൽ പ്ലേ. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി എനിക്ക് പറയണം അവൻ കരയും എന്ന് പറയണം. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് ആരാണ്? ഹീ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഓക്സിലറി എഴുതും, വില്ല് എഴുതി. അത് കഴിഞ്ഞ് പ്രവൃത്തി എന്താണ്? കരയുക എന്നാണ്. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് എന്താ? ക്രൈ എന്നാണ്. ഇനി എനിക്ക് പറയണം നീ ഉറങ്ങും എന്ന് പറയണം. എങ്ങനെയാണ് നമ്മളത് പറയാം? അപ്പോൾ യു വിൽ സ്ലീപ്പ്, ഉറങ്ങുക എന്നാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാനിവിടെ ഓരോ സെൻറ്റൻസ് മലയാളത്തിൽ പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് ഇംഗ്ലീഷിലെ സെൻറ്റൻസ് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രയും ഫാസ്റ്റായിട്ട് നിങ്ങൾ ആൻസർ ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുക. ഇനി എനിക്ക് പറയണം ഞാൻ ചിരിക്കും എന്ന് പറയണം. നമ്മൾ എങ്ങനെയാണ് അത് ഇംഗ്ലീഷിൽ പറയാം? ഐ വിൽ ലാഫ്. ഓക്കെ. ഇനി വേറൊരു സെൻറ്റൻസ് അവർ പോകും എന്ന് പറയണം. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് ആരാണ്? അവരാണ്. അപ്പോൾ ദേ വിൽ എന്താണ് ഇവിടുത്തെ പ്രവൃത്തി? പോവുക എന്നാണ്. അപ്പം ദേ വിൽ ഗോ. ഇനി ഞങ്ങൾ കഴിക്കും എന്ന് പറയണം. നമ്മൾ എങ്ങനെയാണ് അത് ഇംഗ്ലീഷിൽ പറയാം? അപ്പോൾ സബ്ജക്റ്റ് എന്താണ്? ഞങ്ങളാണ്. അപ്പോൾ വി, അത് കഴിഞ്ഞ് നമ്മുടെ ഓക്സിലറി വേർബ് വിൽ, പിന്നെന്താണ്? കഴിക്കും എന്നാണ്. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് എന്താ? ഈറ്റ് എന്നാണ്. അപ്പോൾ വി വിൽ ഈറ്റ്. ഇനി നമ്മൾ ഈ സെൻറ്റൻസുകളൊക്കെ നെഗറ്റീവ് സെൻറ്റൻസ് ആക്കാൻ പോവാം. അതായത് നമ്മളിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞില്ലേ, അവൾ കളിക്കും എന്നുള്ള എക്സാമ്പിൾ പറഞ്ഞില്ലേ, ആ സെൻറ്റൻസിന് തന്നെ നമ്മൾ അവൾ കളിക്കില്ല എന്ന് പറയാൻ പോവാം. അപ്പം നമ്മൾ എങ്ങനെയാണ് അത് ഇംഗ്ലീഷിൽ പറയാം? അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ്? ഷീ ആണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു അവൾ കളിക്കും എന്നെങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? ഷീ വിൽ പ്ലേ എന്ന് പറഞ്ഞു. ഇനി നമ്മൾ അവൾ കളിക്കില്ല എന്ന് പറയാൻ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? ഷീ വിൽ നോട്ട് പ്ലേ. അതായത് വില്ലിൻ്റെ അപ്പുറത്ത് ഒരു നോട്ട് ആഡ് ചെയ്തു. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഈ വിൽ നോട്ടിനെ ഒന്നും കൂടി ഷോർട്ട് ആക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോണ്ട് എന്നാണ്. അപ്പം നമ്മൾ എങ്ങനെ പറയാം? ഷീ വോണ്ട് പ്ലേ എന്നാണ്. പക്ഷേ നമ്മൾ വാസിൻ്റെയും അതുപോലെ തന്നെ ഹാഡിൻ്റെ ക്ലാസ്സിൽ ഇപ്പോൾ വാസ് നോട്ട് എന്നുള്ളത് നമ്മൾ ഷോർട്ട് ആക്കിയപ്പോൾ എങ്ങനെയാണ് വന്നത്? വാസിൻറ്റ് എന്നാണ്. അതുപോലെ തന്നെ ഹാഡ് നോട്ട് നമ്മൾ ഷോർട്ട് ആക്കിയപ്പോൾ എങ്ങനെയാണ് വന്നത്? ഹാഡിൻറ്റ് എന്നാണ് വന്നത്. പക്ഷേ ഇവിടെ നമ്മൾ എങ്ങനെയാവുന്നത്? വിൽ നോട്ടിനെ നമ്മൾ വോണ്ട് എന്നാണ് വായിക്കുക. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് ബാക്കിയുള്ള എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് പറഞ്ഞു നോക്കിയാലോ. അവൻ കരയില്ല എങ്ങനെ നമ്മൾ പറയാ? അപ്പോൾ ഹീ വിൽ നോട്ട് ക്രൈ എന്നുള്ളത് നമ്മൾ എങ്ങനെയൊന്നും ഷോർട്ട് ആക്കാം? ഹീ വോണ്ട് ക്രൈ എന്ന് പറയാം. അത് കഴിഞ്ഞ് പറയണം നീ ഉറങ്ങില്ല എന്ന് പറയണം. അപ്പം നമ്മൾ എങ്ങനെ പറയാ? യു വോണ്ട് സ്ലീപ്പ് എന്ന് പറയും. ഇനി ഞാൻ ചിരിക്കില്ല എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? ഐ വോണ്ട് ലാഫ് എന്ന് പറയും. ഇനി അവർ പോകില്ല എന്ന് പറയണം. നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാ? ദേ വോണ്ട് ഗോ എന്ന് പറയും. ഇനി ഞങ്ങൾ കഴിക്കില്ല എന്ന് പറയണം. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? വി വോണ്ട് ഈറ്റ് എന്ന് പറയും. കുട്ടി കരയില്ല എന്ന് പറയണം. അപ്പം എങ്ങനെ പറയാത്? ബേബി വോണ്ട് ക്രൈ എന്ന് പറയണം.
അപ്പൊ ഇപ്പൊ നമ്മള് വിൽ വെച്ച് സെന്റൻസ് ഫോം ചെയ്യാൻ പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നെഗറ്റീവ് സെന്റൻസ് എങ്ങനെ അതാക്കാന്ന് പഠിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കാമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ സെന്റൻസ് അവൾ കളിക്കും എന്നുള്ള സെന്റൻസ് നമുക്ക് ഇനി ചോദിക്കണം. അവൾ കളിക്കുമോ എന്ന് ചോദിക്കണം. അപ്പൊ അവൾ കളിക്കും എന്ന് പറയാൻ നമ്മൾ ഇങ്ങനെ പറഞ്ഞത് ഷീ വിൽ പ്ലേ എന്ന് പറഞ്ഞു. അപ്പൊ അവൾ കളിക്കുമോ എന്ന് ചോദിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഷീ വിൽ പ്ലേ എന്നുള്ളത് അതിന്റെ സ്റ്റാർട്ടിങ്ങിലത്തെ ഷീ വിൽ അല്ലേ, ആ ഷീ വില്ലിന് മറിച്ചിടാം. അപ്പൊ എന്താ നമ്മൾ വായിക്കുക? വിൽ ഷീ പ്ലേ എന്ന് ചോദിക്കാം. അതുപോലെ അടുത്ത എക്സാമ്പിൾ, അവൻ കരയുമോ എന്നിങ്ങനെ നമ്മൾ ചോദിക്കുക. വിൽ ഹി ക്രൈ? എന്തുകൊണ്ടാണ്? അപ്പോൾ നമ്മൾ അവൻ കരയും എന്ന് പറഞ്ഞത് എങ്ങനെയാണ്? ഹീ വിൽ ക്രൈ എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ അത് മറിച്ചിടാം, അതായത് ഹീ വിൽ എന്നുള്ളത് മറിച്ചിടാം. അപ്പൊ എങ്ങനെയായ വിൽ ഹി ക്രൈ എന്ന് ചോദിക്കാം. ഇനി എനിക്ക് പറയണം നീ ഉറങ്ങുമോ എന്ന് ചോദിക്കണം. അപ്പൊ നീ ഉറങ്ങും എന്നെങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? യു വിൽ സ്ലീപ്പ് എന്നാണ്. അപ്പൊ നീ ഉറങ്ങുമോ എന്ന് ചോദിക്കാൻ യു വില്ലിനെ നമ്മൾ മറിച്ചിടാം. അപ്പൊ എങ്ങനെയായത്? വിൽ യു സ്ലീപ്പ് എന്ന് ചോദിക്കാം. ഇനി പറയണം അവർ പോകുമോ എന്ന് ചോദിക്കണം. നമ്മൾ എങ്ങനെ പറയാ? വിൽ ദേ ഗോ? അതുപോലെ തന്നെ ഇനി എനിക്ക് പറയേണ്ടത് ഞങ്ങൾ കഴിക്കുമോ എന്ന് ചോദിക്കണം. നമ്മൾ എങ്ങനെ പറയാ? വിൽ വി ഈറ്റ് എന്ന് ചോദിക്കണം. അടുത്തത് നമ്മൾ നെഗറ്റീവ് ക്വസ്റ്റ്യൻ എങ്ങനെ ഫോം ചെയ്യാം എന്നാണ് പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ എനിക്ക് പറയണം അവൾ കളിക്കില്ലേ എന്ന് ചോദിക്കണം. അതെങ്ങനെയാ നമ്മൾ പറയാ? അപ്പൊ അവൾ കളിക്കില്ലേ എന്ന് പറയാൻ വേണ്ടി നമ്മൾ ആലോചിച്ച് വെക്കേണ്ടത് അവൾ കളിക്കില്ല എന്നിങ്ങനെ നമ്മൾ പറയാ എന്നാണ്. അപ്പൊ അവൾ കളിക്കില്ല എന്ന് നമ്മൾ ഇങ്ങനെ പറഞ്ഞത് ഷീ വോണ്ട് പ്ലേ എന്ന് പറഞ്ഞു. അപ്പൊ അവൾ കളിക്കില്ലേ എന്നാക്കാൻ നമ്മൾ ആ ഷീ വോണ്ടിനെ മറിച്ചിടുക. അപ്പൊ എങ്ങനെയാ നമ്മൾ വായിക്കുക? വോണ്ട് ഷീ പ്ലേ എന്ന് പറഞ്ഞാൽ അവൾ കളിക്കില്ലേ എന്നാണ് അർത്ഥം. ഇനി അവൻ കരയില്ലേ എന്ന് ചോദിക്കണം. അപ്പൊ അവൻ കരയില്ല എന്നെങ്ങനെയാ നമ്മൾ പറഞ്ഞത്? ഹി വോണ്ട് ക്രൈ എന്ന് പറഞ്ഞു. ഇനി അത് ക്വസ്റ്റ്യൻ ആക്കാൻ വോണ്ട് ഹി ക്രൈ? ഇനി നമുക്ക് പറയണം നീ ഉറങ്ങില്ലേ എന്ന് പറയണം. അതെങ്ങനെയാ നമ്മൾ പറയാ? വോണ്ട് യു സ്ലീപ്പ്? ഇനി നമുക്ക് പറയണം അവർ പോകില്ലേ എന്ന് ചോദിക്കണം. അപ്പൊ അവർ പോകില്ല എന്നെങ്ങനെ നമ്മൾ പറഞ്ഞത്? ദേ വോണ്ട് ഗോ എന്ന് പറഞ്ഞു. അപ്പൊ അതിനെ ക്വസ്റ്റ്യൻ ആക്കാൻ നമ്മൾ ഇങ്ങനെ പറയാ വോണ്ട് ദേ ഗോ? ഇനി ഞങ്ങൾ കഴിക്കില്ലേ എന്ന് പറയണം. നമ്മൾ എങ്ങനെയാ അത് പറയാ? വോണ്ട് വി ഈറ്റ്? ഇനി കുട്ടി കരയില്ലേ എന്ന് പറയണം. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യൂട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.